എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. നോമ്പുതുറക്കൊക്കെ നമുക്ക് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്പ്രിംഗ് റോളിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഈ ഒരു റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ് അതിട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തീരെ കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇതൊരു 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓനിയൻ ആണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ് കേട്ടോ. ചേർത്ത് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്ത ഈ ഒരു സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കണ്ട. ആ ഒരു സവാളയുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് സവാള ഇതുപോലെ ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം രീതിയിൽ തന്നെ വേണമെങ്കിൽ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, കനം കുറഞ്ഞിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാപ്സിക്കും ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അളവിലെ ക്യാബേജും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ക്യാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വാടി കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ സ്പ്രിംഗ് റോൾ വാങ്ങി കഴിക്കുന്ന സമയത്ത് ആ ഒരു ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനല്ലേ വെജിറ്റബിൾസ് ഒക്കെ കിടക്കുന്നത്. ആ ഒരു കറക്റ്റ് പാകമായിരിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുമ്പോൾ ചെറിയതായിട്ട് ഇത് കടിക്കാൻ കിട്ടണം. ആ ഒരു പാകത്തിന് മാത്രം വെജിറ്റബിൾ വെന്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ സോയാ സോസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ. അതുകൊണ്ട് 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ലൈറ്റ് സോയാ സോസ് ആണ് എടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ കറക്റ്റ് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ ഇത് ഇളക്കരുത് കേട്ടോ. ഫ്ലെയിം ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 ഡ്രോപ്പ് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വെജ് സ്പ്രിംഗ് റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു വെജ് മാത്രമായിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഫ്രൈ ചെയ്തത് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ചൂടുള്ള പാത്രത്തിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു ഫില്ലിംഗ് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിലിരുന്ന് ഇത് വീണ്ടും ഒരുപാടങ്ങ് വെന്ത് പോകും. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് കുഴയരുത്. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെ ആയിരിക്കണം കിടക്കുന്നത്. എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് തിക്ക് ആകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായും പോവുകയും ചെയ്യരുത്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ ഒരു ഷീറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന സ്നാക്സിൽ പറയാറുള്ളത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പൊടിഞ്ഞു പോകാത്ത ടൈപ്പ് ബ്രെഡ് മാത്രമേ എടുക്കാവുള്ളൂ. ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിൻ്റെ മുറിഞ്ഞിട്ടുള്ള ഒരു 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒത്തിരി അങ്ങ് പലത്തിലങ്ങ് പരത്തേണ്ട, അത്യാവശ്യം ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇത് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൈദയുടെ ഒരു പേസ്റ്റ് ഇതിൻ്റെ ഒരു 4 സൈഡിലായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ഫില്ലിംഗ് ഇല്ലേ, ഈ ഒരു ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നീളത്തിൽ. അതിനുശേഷം നമുക്ക് ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം.
ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു 2 സൈഡും പതിയെ പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒത്തിരി ബലത്തിലങ്ങ് പ്രസ് ചെയ്യണ്ട, പതിയെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാത്തിലും തന്നെ ഞാൻ ആ ഒരു ഫില്ലിങ് നിറച്ച് ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ഒരു ബാറ്ററാണ്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മൈദയുടെ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒരു ബ്രെഡ് ക്രംസ് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, എല്ലാം തന്നെ ഒരു മൈദയുടെ ഒരു ബാറ്ററിൽ മുക്കി നന്നായിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്, ഒരുപാട് തീ കുറയ്ക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. നന്നായിട്ട് പുറമെ നല്ല ക്രിസ്പി ആയി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോള് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്പ്രിംഗ് റോള് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇതുപോലെ ബ്രെഡ് പരത്തിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. വെജിറ്റബിൾ മാത്രമായിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചിക്കനോ ബീഫോ ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുത്തൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.